ബിസ് വീക്കിൻ്റെ പുതിയ ലക്കത്തിലേക്ക് സ്വാഗതം. ആദ്യം ബിസ് ഫോക്കസ്, ബിസിനസ് ലോകത്തെ പ്രധാന ചർച്ചാ വിഷയം. തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുകയാണ്. വോട്ട് പിടിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് സ്ഥാനാർത്ഥികൾ. ഇതോടൊപ്പം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ബിസിനസ് രംഗവും സജീവമായിരിക്കുകയാണ്. അച്ചടി പ്രസ്സുകളും ഫ്ലെക്സ് പ്രിൻറ്റിംഗ് യൂണിറ്റുകളും തുടങ്ങി മൈക്ക് സെറ്റ് വാടകയ്ക്ക് നൽകുന്നവരും ടാക്സികളും വരെ ഇപ്പോൾ തിരക്കോട് തിരക്കിലാണ്. ഇടവേളകളിൽ മാത്രം ഉണരുന്ന ഈ ബിസിനസ് മേഖലയെക്കുറിച്ചാണ് ബിസ് ഫോക്കസ്. കേരളത്തിലെ പ്രസ്സുകളെ സംബന്ധിച്ച് 5 വർഷത്തിലൊരിക്കൽ കിട്ടുന്ന ഉത്സവമാണ് പഞ്ചായത്ത് ഇലക്ഷൻ. ഇപ്പോൾ ഒരു ടെക്സ്റ്റൈൽകാർക്കാണെങ്കിൽ ഓണം ഉണ്ട്, വിഷു ഉണ്ട്, ദീപാവലിയുണ്ട്. മറ്റ് ബിസിനസ്സുകാർക്കെല്ലാം അങ്ങനെ ഒരു വർഷത്തിൽ 2-3 സീസൺ കിട്ടും. അപ്പോൾ ഞങ്ങൾ പ്രസ്സുകാരെ സംബന്ധിച്ച് 5 വർഷത്തിലുള്ള ഉത്സവമാണ്. അത്രയും ധാരാളമായിട്ടുള്ള വർക്കുകളുണ്ട്. അത് വളരെ ഷോർട്ട് പീരീഡാണ്. ഇപ്പോൾ ഇപ്രാവശ്യം ഇലക്ഷൻ കമ്മീഷൻ്റെ ഡേറ്റ് ഇതായതുകൊണ്ട് വളരെ ചെറിയ സമയം ഞങ്ങൾക്ക് കിട്ടിയുള്ളൂ. അപ്പം ഈ ഒരു 10 ദിവസത്തിനകത്ത് എല്ലാവരും വന്നിട്ട് നോട്ടീസ്, പോസ്റ്റർ ഇങ്ങനത്തെ ഇതാവശ്യപ്പെടുമ്പോൾ എല്ലാം കൂടെ ചെയ്തു കൊടുക്കാൻ ഒക്കാത്ത അവസ്ഥയാണ് കേരളത്തിലെ എല്ലാ പ്രസ്സുകൾക്കും ഉള്ളത്. ഏറ്റവും കൂടുതൽ കോപ്പീസ് വരുന്നത് സാധാരണ ഈ ആളുകൾ സ്ക്വാഡ് വർക്കിന് പോകണം ഓരോ വീടുകളിലേക്കും. അവരെ വാർഡിൽ ഓരോ വീട് നമ്പർ നോക്കിയിട്ട് ഓരോ വീട്ടിലേക്കും വീട് സന്ദർശിക്കണം. സ്ഥാനാർത്ഥിയും അവരെ പരിവാരങ്ങളും ഓരോ വീടും കയ്യിലിറങ്ങണം. അപ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്നത് ഈ ചെറിയ ഹാൻഡ് ബിറ്റ്സാണ്. അവർക്ക് കൊടുക്കാനുള്ള അവരുടെ ചിത്രം, അവരുടെ ചിഹ്നം ഒക്കെ വെച്ചിട്ടുള്ള അതാണ് ഏറ്റവും കൂടുതൽ. പിന്നെ പോസ്റ്റേഴ്സ് അത്ര കൂടുതലുണ്ടാവില്ല. ഒരു വാർഡിൽ എത്തിച്ചാൽ ഒരു 100, 200, മാക്സിമം 500 അത്രയേ വരുള്ളൂ. അച്ചടി വളരെ പ്രതിസന്ധിയിലാണ്. അതായത് നോട്ടീസ് അല്ലെങ്കിൽ നോർമലിലുള്ള വർക്കുകൾ എന്നുള്ള തരത്തിൽ നിന്നും അതിൻ്റെ അടുത്ത സ്റ്റേജിലേക്ക് പോയി. അങ്ങനെയുള്ള പ്രസ്സുകൾ മാത്രമേ ഇനി ഫ്യൂച്ചറിൽ നിലനിൽക്കുകയുള്ളൂ. നോർമൽ ലെവൽ വർക്ക്, പോസ്റ്ററുകൾ അല്ലെങ്കിൽ നോട്ടീസ്, ബുക്കൊക്കെ ചെയ്യുന്നവർക്ക് ഇനി ഫ്യൂച്ചറിൽ നില വളരെ വലിയ കോമ്പറ്റീഷൻസ് ആയി കഴിഞ്ഞു. ഇപ്പോൾ ഏറ്റവും ഹൈ ക്വാളിറ്റി, ഫാസ്റ്റായിട്ട് സർവീസ് ഇതൊക്കെ കൊടുക്കുന്നവർ മാത്രമേ നിലനിൽക്കുകയുള്ളൂ. അപ്പം ഈ പഞ്ചായത്ത് ഇലക്ഷനെ കണ്ടിട്ട് വീടൊക്കെ വിറ്റിട്ട് പ്രസ്സിലെ മെഷീൻ മേടിച്ചോ എനിക്ക് തന്നെ അറിയാവുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഈ പഞ്ചായത്ത് ഇലക്ഷൻ ഈ 10 ദിവസം വർക്ക് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് എന്താണെന്നുള്ളതാണ് സ്ഥിതി. നമ്മൾ ഒരു വലിയ പ്രശ്നത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ എല്ലാവരും റേറ്റൊക്കെ കുറച്ച് മാർക്കറ്റിനെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ഇലക്ഷനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇലക്ഷനിൽ കൂടുതലാണ്. കഴിഞ്ഞ ഇലക്ഷനത്തിൽ പ്രശ്നമായിരുന്നു, കുറവായിരുന്നു, വർക്ക് കുറച്ച് കുറവായിരുന്നു, പ്രിൻ്റ് ചെയ്യുന്നതിൻ്റെ എണ്ണങ്ങളൊക്കെ കുറച്ച് കുറവായിരുന്നു. പക്ഷേ ഈ ഇലക്ഷൻ അങ്ങനെയുള്ള വിഷയങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. എണ്ണമൊക്കെ കൂടുതൽ തന്നെയാണ് ചെയ്യുന്നത്. തിരിച്ചതുപോലെ തന്നെ നല്ല പ്രിൻറ്റിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ട് ഇപ്പോൾ. ഇലക്ഷനെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മൾ സ്റ്റുഡിയോക്കാരെ സംബന്ധിച്ച് ഇപ്പോൾ ഇതിന് മുൻപ് ഇപ്പോൾ ഒരു സമയത്ത് വളരെ സീസൺ ഡള്ളായൊരു സമയമായിരുന്നു ഉണ്ടായിരുന്നത്, പ്രത്യേകിച്ച് മഴക്കാല സമയത്ത്. അപ്പോൾ അതിന് വളരെ വലിയൊരു അനുഗ്രഹമായിട്ടാണ് നമ്മൾ സ്റ്റുഡിയോക്കാർ ഇതിന് എടുക്കുന്നത്. ആ ഒരു ഇലക്ഷൻ വന്ന സമയത്ത് നല്ലൊരു ബിസിനസ് എല്ലാ സ്റ്റുഡിയോകളിലും വന്നു എന്നുള്ളതാണ് ഈ കാര്യത്തിനെ പറ്റി പറയാനുള്ളത്. വലിയ കുഴപ്പമില്ലാത്ത മിക്കവാറും എല്ലാ സ്ഥാനാർത്ഥികളും ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ സ്റ്റുഡിയോകളിൽ തന്നെ ആശ്രയിച്ചിട്ട് നല്ലൊരു ഫോട്ടോ മോഡലിന് വേണ്ടിയിട്ടാണ് അവർ വരുന്നത്. അത് വളരെയധികം ശ്രദ്ധിച്ചിട്ട് ഞങ്ങളെല്ലാ സ്റ്റുഡിയോകളും അത് നന്നായിട്ട് കൊടുക്കുന്നുണ്ട്. നല്ല മോഡലായിട്ട് പ്രത്യേകിച്ച് സ്ഥാനാർത്ഥികൾ മിക്കവാറും വരുന്നതും ഷർട്ടും മുണ്ടുമാണ്. ആണുങ്ങളാണ് വേഷം, സ്ത്രീകളാണെങ്കിൽ ലളിതമായ ഡ്രസ്സ് ധരിച്ചിട്ടാണ് വരുന്നത്. നന്നായിട്ട് അവർക്ക് ഒരു 4-5 മോഡലിൽ വിവിധ ആംഗിളുകളിലാണ് ഞങ്ങൾ ഫോട്ടോ കൊടുക്കുന്നത്. അത് ഞങ്ങളതിൻ്റെ ഫോർമാറ്റ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അത് CD-ലോ അല്ലെങ്കിൽ
DVD-യിലായിട്ടാണ് ഞങ്ങൾ കൊടുക്കുന്നത്, ഫോട്ടോ ആയിട്ടല്ല കൊടുക്കുന്നത്. ഉത്തരേന്ത്യ തിളക്കുകയാണ് പരിപ്പ് വില വർധനവിൻ്റെ പേരിൽ. സാധാരണക്കാരന് അപ്രാപ്യമാണ് ഇപ്പോഴത്തെ നിരക്കുകൾ. തുവരപ്പരിപ്പിന് കിലോഗ്രാമിന് 230 രൂപ കടന്നു. മോശമായ കാലാവസ്ഥയും പൂഴ്ത്തിവെപ്പുമാണ് ഇതിൻ്റെ കാരണമെന്ന് സർക്കാർ പറയുന്നു. രാഷ്ട്രീയ രംഗത്ത് വരെ ചൂടൻ ചർച്ചയായി മാറിയ പരിപ്പ് വിലയെക്കുറിച്ചാണ് ബിസ് ഫോക്കസ് ചർച്ച ചെയ്യുന്നത്. 1 കിലോ ചിക്കന് 140 രൂപയാണ് വില. എന്നാൽ നോർത്ത് ഇന്ത്യൻ ഭക്ഷണത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത പരിപ്പ് വർഗ്ഗങ്ങളുടെ വില കുത്തനെ ഉയരുകയാണ്. പരിപ്പ് വർഗ്ഗങ്ങളുടെ ഇന്നത്തെ വില 230 രൂപയിലും കൂടുതലാണ്. സാധാരണക്കാരനെ എത്തിപ്പിടിക്കാനാകുന്നതിനും അപ്പുറത്താണ് പരിപ്പ് വർഗ്ഗങ്ങൾ. സർക്കാരുകൾ മാറിവന്നാലോ ജനങ്ങളുടെ പ്രതിഷേധം ശക്തമായതുകൊണ്ടോ വിപണിയിലെ വിലവർധനവിൽ മാറ്റമുണ്ടാകില്ലെന്ന് ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്നതാണ് പരിപ്പ് വർഗ്ഗങ്ങളുടെ വിലവർധന. നിലവിൽ റീറ്റെയിൽ വിപണിയിൽ തുവരപ്പരിപ്പിന്റെ വില കിലോഗ്രാമിന് 230 മുകളിലാണ്. 180 മുതൽ 230 രൂപ നിലവാരത്തിലാണ് ഡൽഹി അടക്കമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പരിപ്പ് വിൽക്കുന്നത്. പാക്ക് ചെയ്ത പരിപ്പിന്റെ വില അതിലും കൂടും. സെപ്റ്റംബർ 10 132 രൂപയായിരുന്ന തുവരപ്പരിപ്പ് വില ഒക്ടോബർ 12 157 രൂപയായി. എല്ലാ ധാന്യങ്ങളുടെയും വിലയിൽ വർധനവുണ്ടായിട്ടുണ്ട്. എന്നാൽ നോർത്ത് ഇന്ത്യൻ വിഭവങ്ങളിൽ ഒഴിച്ചുകൂടാനാകാത്ത ചെറിയ പരിപ്പിനും കറുത്തദാലിനും വില 210 മുകളിലാണ്. ഒരു വർഷത്തിനിടെ 100 രൂപ വരെ വർദ്ധിച്ചവയുമുണ്ട് ധാന്യങ്ങളുടെ കൂട്ടത്തിൽ. ഓരോ മാസം പിന്നിടുമ്പോഴും 30 മുതൽ 50 രൂപ വരെ വിലവർധനമാണ് പരിപ്പ് വർഗ്ഗങ്ങൾക്കുണ്ടായതെന്ന് ഉപഭോക്തൃകാര്യ വകുപ്പ് പുറത്തുവിട്ട കണക്കുകളും വ്യക്തമാക്കുന്നുണ്ട്. ഉഴുന്നുപരിപ്പിന്റെ വിലയാകട്ടെ 112 രൂപയിൽ നിന്ന് 136 രൂപയായും ചെറുപയർ പരിപ്പിന്റെ വില 99 രൂപയിൽ നിന്ന് 109 രൂപയായും വർദ്ധിച്ചു. 200 രൂപ കിലോയ്ക്ക് ഹോൾസെയിൽ റേറ്റാണ്. അതോ റീറ്റെയിലിൽ വരുമ്പോഴത്തേക്കും 210 രൂപ 220 രൂപ വിലയാവും. അതുപോലെ മറ്റെല്ലാ ദാലിനും ഇപ്പോൾ ഉഴുന്ന് പരിപ്പ്, അതുപോലെ നമ്മുടെ ചെറുപയർ, വൻപയർ, കടല, അങ്ങനെയുള്ള ആ കാറ്റഗറിയിലുള്ള എല്ലാ ഐറ്റത്തിൻ്റെയും വില വളരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടിപ്പോയ 2 മാസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ വില വർദ്ധിച്ചുകൊണ്ടിരുന്നത് ആണ് ഇപ്പോൾ ഈ രീതിയിൽ ആയിരിക്കുന്നത്. കസ്റ്റമേഴ്സിൻ്റെ ഇത് വാങ്ങിക്കുന്ന ഇതിലും ഒത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട്. 1 കിലോ വാങ്ങിക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ 1/2 കിലോ അല്ലെങ്കിൽ 250 രൂപ അങ്ങനെയൊക്കെയാണ് ആളുകൾ യൂസ് ചെയ്യുന്നത് തന്നെ. ഉൽപാദനം കുറഞ്ഞതാണ് വില കൂടാൻ കാരണമായി വ്യാപാരികൾ സൂചിപ്പിക്കുന്നത്. പരിപ്പ് വർഗ്ഗങ്ങൾ കൃഷി ചെയ്യുന്ന മധ്യപ്രദേശ്, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ക്രമം തെറ്റിപ്പെയ്ത മഴയും വരൾച്ചയുമാണ് കൃഷിനാശത്തിന് കാരണമായത്. കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും വൻകിട ഇടനിലക്കാരുടെ ഒത്തുകളിയും വിലക്കയറ്റത്തിന് വഴിവെച്ചു. ये इसकी वजह से सारे हमारे काम का बहुत फ़र्क पड़ रहा है. कस्टमर ने दालें लेनी बहुत कम कर दी है और इसकी वजह से बाज़ार वाले कहते हैं कि बारिश की वजह से रेट बढ़ रहे हैं और इसमें बहुत फ़र्क पड़ा है काम पे. വടക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കേരളം ഉൾപ്പെടെയുള്ള വിപണിയിലേക്ക് തുവരപ്പരിപ്പ് കൊണ്ടുവരുന്നത്. വിലവർധന പതിവായതോടെ വ്യാപാരികളും രാഷ്ട്രീയ സംഘടനകളും രംഗത്തെത്തിയതിനെ തുടർന്ന് പരിപ്പ് ഇറക്കുമതിക്ക് സർക്കാർ തയ്യാറായി. വില നിയന്ത്രിക്കാൻ കെനിയ, ടാൻസാനിയ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുകയും ചെയ്തു. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന പരിപ്പിന്റെ ഗുണമില്ലാത്തതിനാൽ ആവശ്യക്കാർ കുറവാണ്. ജനുവരിയോടെ വടക്കൻ സംസ്ഥാനങ്ങളിൽ പരിപ്പിന്റെ വിളവെടുപ്പ് ആരംഭിക്കും. അതുവരെ വില ഉയർന്നു തന്നെ തുടരുമെന്നാണ് വ്യാപാരികളുടെ കണക്കുകൂട്ടൽ. അതേസമയം ഈ വില തുടർന്നാൽ പരിപ്പ് വർഗ്ഗങ്ങൾ ഉപയോഗിച്ചുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കേണ്ടി വരുമെന്ന അവസ്ഥയിലാണ് സാധാരണക്കാർ. बहुत ज़्यादा महंगा और ऐसे ही गरीब लोग कैसे खाएगा? मतलब जैसे इतना सारा महंगा बोल रहे हैं तो बहुत मुश्किल हो रहा है. इसको थोड़ा अगर मतलब कम किया जाए, जैसे पहले था, अगर वैसे ही किया जाए तो बहुत अच्छा होगा. वरना बहुत लोगों को बहुत मुश्किल हो रहा है इन सब चीज़ों से. तो सरकार को थोड़ा ध्यान देना पड़ेगा. अगर सरकार नहीं देगा तो जो गरीब लोग हैं, जो रिक्शा चलाता है, ऑटो रिक्शा चलाता है, वो नहीं कर पाएगा, नहीं खा पाएगा. तो ऐसे बहुत सारी चीज़ों का दिक्कत हो जाएगा. വിലവർധന ഹോട്ടൽ വ്യവസായത്തെയും സാരമായി ബാധിച്ചിട്ടുണ്ട്. പരിപ്പ് വർഗ്ഗങ്ങളുടെ വിലവർധന സാരമായി ബാധിച്ചവരാണ് ഇത്തരം ദാബ കച്ചവടക്കാർ. അവരോട് തന്നെ ചോദിക്കാം. बिजनेस जी 35 रुपये में भी नहीं चल रहा है. जो दाल इतनी महंगी हो चुकी है, जो 220 रुपये किलो जो दाल है वो हम नहीं लगा सकते हैं यहाँ पे. और ग्राहक मांगते हैं कुछ ज़्यादा अच्छी और जाए, और उतने पैसे हम बढ़ा नहीं सकते हैं दुकान पे. हम दुकान पे अगर पैसे ज़्यादा बढ़ाएंगे तो ग्राहक आएंगे नहीं. ദസറ ആഘോഷങ്ങൾ കഴിയുന്നതോടെ വിപണി വിലയിൽ മാറ്റമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ. ऐसा है, हमारे यहाँ दालें बहुत महंगी है इस टाइम पे. कोई भी दाल 150 रुपये से कम नहीं है, ठीक है. लेकिन फिर भी ये लोग बेचारे अपना रोजी रोटी चला रहे हैं, वरना इनका पड़ता नहीं आएगा. 30-35 रुपये की थाली देते हैं,
उसमें बिल्कुल नहीं आ रहा इनका। ये क्योंकि कंपटीशन चल रहा है यहाँ पे, इसलिए ऐसा है। എന്നാൽ ഈ പ്രതീക്ഷകളെല്ലാം തകിടം മറിക്കുന്നതാണ് നബാർഡ് അടക്കമുള്ള സ്ഥാപനങ്ങളുടെ കണ്ടെത്തൽ. ഉൽപാദനക്കുറവും ആവശ്യക്കാരുടെ വർധനവും പൂഴ്ത്തിവെപ്പും വിലക്കയറ്റം രൂക്ഷമാക്കിയേക്കും. കമ്പോള ഇടപെടൽ ഏജൻസികളുടെ മുന്നറിയിപ്പുകൾക്കനുസരിച്ച് നീങ്ങുന്നതുവരെ വിലക്കയറ്റം തുടരാനാണ് സാധ്യത. ഇനി ഷെയർ വീക്ക് ഓഹരി വിപണി അവലോകനവും വരും വാരത്തെ പ്രതീക്ഷകളും. സൂചികകളിൽ ഏറ്റക്കുറച്ചിലുകൾ ദൃശ്യമായ വാരമാണ് ഓഹരി വിപണിയിൽ കടന്നുപോയത്. നിക്ഷേപകർ ലാഭമെടുപ്പ് താൽപ്പര്യം കാണിച്ചുവെങ്കിലും കമ്പനികളുടെ രണ്ടാം പാദ പ്രവർത്തന ഫലങ്ങൾ പുറത്തുവന്നത് വിപണിയെ സജീവമായി നിർത്തി. വാരാന്ത്യത്തിൽ സെൻസെക്സ് 27,470-ലും നിഫ്റ്റി 8,295-ലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. പ്രത്യേകിച്ചും ഓഹരി അധിഷ്ഠിത വ്യാപാരമായിരുന്നു പോയ വാരം ഉണ്ടായിരുന്നത്. അതിനൊരു പ്രധാന കാരണം കമ്പനികളുടെ രണ്ടാം പാദ പ്രവർത്തന ഫലങ്ങൾ തന്നെയായിരുന്നു. ഒട്ടേറെ മുൻനിര കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങൾ കഴിഞ്ഞ ആഴ്ച വിപണിയിൽ വന്നിരുന്നു. പല കമ്പനികളുടെയും മെച്ചപ്പെട്ട പ്രവർത്തന ഫലം തന്നെയായിരുന്നു. ഉദാഹരണത്തിന് റിലയൻസ്, HDFC ബാങ്ക് തുടങ്ങിയ കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങൾ വളരെ മെച്ചപ്പെട്ട് തന്നെയായിരുന്നു. അതിൻ്റെ പ്രതികരണം ആ ഓഹരികളിലും അതുമായി ബന്ധപ്പെട്ട മേഖലകളിലെ കമ്പനികളിലും ഉണ്ടാവുകയും ചെയ്തിരുന്നു. പക്ഷേ എങ്കിലും മറ്റ് ഫലങ്ങളെല്ലാം സമ്മിശ്രമായതുകൊണ്ട് തന്നെ വിപണിയിൽ കാര്യമായ ഒരു മാറ്റം ഉണ്ടാക്കാൻ പ്രവർത്തന ഫലങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. രണ്ടാം നിര ഓഹരികളുടെ സൂചികളിൽ മാറ്റം ഉണ്ടായില്ലെങ്കിൽ കൂടി ഓഹരി അധിഷ്ഠിതമായ നീക്കങ്ങൾ രണ്ടാം നിര ഓഹരികളിലും സജീവം തന്നെയായിരുന്നു. അതിനൊരു പ്രധാന കാരണം നിക്ഷേപകർ ലാഭമെടുത്ത് തന്നെയായിരുന്നു വിപണിയിലുണ്ടായിട്ടുള്ള ഒരു ഏറ്റക്കുറച്ചിലിനൊരു പ്രധാന കാരണം. മറ്റൊന്ന് നിക്ഷേപ സ്ഥാപനങ്ങളുടെ നിലപാടുകളായിരുന്നു. സാധാരണ ഗതിയിൽ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ വിപണിയിൽ വിൽപ്പനയിലാകുമ്പോൾ ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ വാങ്ങുകയും മറിച്ചും സംഭവിക്കാറുണ്ട്. കഴിഞ്ഞ ആഴ്ച കണ്ട ഒരു പ്രധാന വസ്തുത, വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ വിപണിയിൽ എല്ലാ ദിവസവും അറ്റ നിക്ഷേപത്തിലായിരുന്നപ്പോൾ തന്നെ ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ ഈ ദിവസങ്ങളിലെല്ലാം വിപണിയിൽ അറ്റ വിൽപ്പനയിലായിരുന്നു. ഇവർ സമാനമായ ഒരു ദിശയിലേക്ക് വരുമ്പോഴാണ് പലപ്പോഴും വിപണിക്ക് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഒരു പ്രതിഫലനം വിപണിയിൽ ഉണ്ടാവുക. അത് ഉണ്ടായില്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, വിപണിയെ സ്വാധീനിച്ച വേറൊരു ഘടകം ആഗോള വിപണികളിലുണ്ടായിട്ടുള്ള നീക്കങ്ങൾ തന്നെയായിരുന്നു. അതിൽ ഒരു പ്രധാന സംഭവം, കഴിഞ്ഞ വ്യാഴാഴ്ച യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് അവിടെ 1 ട്രില്യൺ യൂറോയുടെ ഉത്തേജന പദ്ധതി തുടരാൻ തീരുമാനിച്ചായിരുന്നു. അത് യൂറോ മേഖലയുടെ ഇപ്പോഴത്തെ സ്ഥിതി കണക്കിലെടുത്തുകൊണ്ടെടുത്തുള്ളൊരു തീരുമാനമായിരുന്നു. അത് യൂറോപ്യൻ വിപണികളിൽ വ്യാഴാഴ്ച അനുകൂലമായ ഒരു മാറ്റമുണ്ടാക്കി. ഇന്ന് വെള്ളിയാഴ്ചയിലെ ഏഷ്യൻ വിപണികളിലും അതിൻ്റെ ഒരു നീക്കമുണ്ടായി. അതുതന്നെയായിരുന്നു ഇന്നലെ നമ്മുടെ വിപണിയിലുണ്ടായിട്ടുള്ള ഒരു മുന്നേറ്റവും. വിപണിയിൽ മുന്നേറ്റം വന്ന് പ്രതീക്ഷിക്കുന്നത് നിക്ഷേപ താല്പര്യം തുടരുമെന്ന് തന്നെയാണ് കരുതുന്നത്. 8,380, നിഫ്റ്റിക്ക് 8,380 എന്നുള്ള നിലവാരമാണ് വളരെ പ്രധാനപ്പെട്ടത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ വിപണിയിൽ ഇടയ്ക്കുണ്ടായ വിൽപ്പനയിലെല്ലാം 8,100, നിഫ്റ്റിക്ക് 8,100 എന്നുള്ള നിലവാരത്തിൽ ഒരു മികച്ച സപ്പോർട്ട് നമ്മൾ കണ്ടിരുന്നതുമാണ്. അതുകൊണ്ട് തന്നെ വരും ആഴ്ചയിലും നിഫ്റ്റി 8,100, 8,380 നിലവാരത്തിൽ തന്നെ നീങ്ങാനാണ് സാധ്യത. ബിസ് വീക്കിൽ ഇനി ബിസ് ഇൻഫോ. പഴയ പ്രതാപം വീണ്ടെടുക്കാൻ കേരള സോപ്സ്. ബിസ് ഇൻഫോ, വാണിജ്യ വ്യവസായ രംഗത്തെ പുതുചലനങ്ങൾ. പഴയ വിപണി വീണ്ടെടുക്കുകയാണ് കേരള സോപ്സ്. കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സർക്കാർ സ്ഥാപനമാണ് കേരള സോപ്സ് കമ്പനി. ഇടവേളയ്ക്ക് ശേഷം 5 വർഷം മുമ്പ് പ്രവർത്തനം തുടങ്ങിയ കേരള സോപ്സ് ഇപ്പോൾ 7 തരം സോപ്പ് ഉൽപ്പന്നങ്ങളാണ് വിപണിയിൽ ഇറക്കുന്നത്. മികച്ച ഉൽപ്പന്നങ്ങളിലൂടെ പഴയ പ്രതാപം തിരിച്ചുപിടിക്കാമെന്നാണ് കമ്പനിയുടെ പ്രതീക്ഷ. ജനുവരി 4 നിസ്സഹകരണ സമരത്തിന് ആഹ്വാനം ചെയ്ത ഗാന്ധിജിയെയും മറ്റ് നേതാക്കളെയും അറസ്റ്റ് ചെയ്യാൻ വൈസ്രോയി വെല്ലിംഗ്ടൺ ഉത്തരവിട്ടു. അനിഷ്ട സംഭവങ്ങളൊന്നുമില്ലാതെ ഗാന്ധിജിയെ എർവാഡ ജയിലിലെത്തിച്ചുവെന്ന സന്ദേശമെത്തിയത് പിറ്റേന്ന് പുലർച്ചെ. അതോടെ അസ്വസ്ഥനായിരുന്ന വൈസ്രോയി സന്ദേശമെത്തിയതോടെ സന്തോഷവാനായി. കോഴിക്കോട് നിന്ന് പ്രത്യേകം എത്തിച്ച സോപ്പ് കൊണ്ട് കുളിച്ചാണ് അന്ന് വൈസ്രോയി ഉറങ്ങാൻ പോയതെന്നാണ് കേരള സർക്കാരിൻ്റെ ചരിത്ര വെബ്സൈറ്റിൽ പറയുന്നത്. കേരള സോപ്സിനെ കുറിച്ചായതിനാൽ ഈ കഥയിൽ ഒട്ടും അവിശ്വസനീയതയ്ക്കിടമില്ല. 1914 ബ്രിട്ടീഷുകാർ കോഴിക്കോട് സ്ഥാപിച്ചതാണ് സോപ്പ് നിർമ്മാണ കമ്പനി. പിന്നെ അത് ലോകത്തോളം വളർന്നു. കോൾട്ടാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോപ്പ് ഉണ്ടായിരുന്നു. എനിക്കറിയാം, എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഈ മേലെന്തെങ്കിലും കുട്ടികൾക്ക് പിള്ളേർക്ക് മേലെന്തെങ്കിലും ചൊറിയൊക്കെ ഉണ്ടെങ്കിൽ അന്ന് ആ കാലത്ത് കോൾട്ടാർ സോപ്പ് വെച്ച് കുളിക്കലാണ്.
കോൾട്ടാർ സോപ്പ് പണ്ട് സാധാരണക്കാരായ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു ലോ കോസ്റ്റ് സോപ്പായിരുന്നു. അത് ചെറുപ്പകാലത്ത് ഉപയോഗിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് കേരള സാൻഡൽ സാധാരണക്കാരുടെ അടുത്തേക്ക് എത്താറുണ്ടായിരുന്നില്ല. അത് കുറച്ചുകൂടി പ്രീമിയം പിന്നെ മോഡലായിരുന്നു. ഗാന്ധി റോഡിൽ പ്രവർത്തിച്ചിരുന്ന സോപ്പ് നിർമ്മാണശാല പിന്നീട് വെള്ളയിലേക്കും വെസ്റ്റ് ഹില്ലിലേക്കും സ്ഥലം മാറി. 1963 അത് കേരള സോപ്സ് ആൻഡ് ഓയിൽസ് എന്ന കമ്പനിയായി മാറി. നേരത്തെ ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് സ്ഥാപിച്ചൊരു കമ്പനിയാണ്, ഒരു ഹോൾഡിംഗ് കമ്പനി ഗവൺമെൻറ്റിൻ്റെ. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ സ്വാതന്ത്ര്യാനന്തരം നമ്മളെ കേരളം രൂപീകരിച്ചതിന് ശേഷം കേരള ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനമായിട്ട് നടക്കുക. നിരവധി പ്രതിസന്ധികൾ അതിജീവിച്ച കേരള സോപ്സിന് ആദ്യം താഴ്വീണത് 2002-ൽ. 8 വർഷത്തിനു ശേഷം കേരള സോപ്സ് ലിമിറ്റഡ് കമ്പനി എന്ന പേരിൽ അത് തിരിച്ചെത്തി. ഈ പൂട്ടുന്നത് ഇതൊരിക്കലും നടക്കില്ല എന്ന ശാസ്ത്രീയമായ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല. ഇന്നെഫിഷ്യൻ്റായി നടത്തി, അതിൻ്റെ ഭാഗമായി അത് പ്രതിസന്ധിയിലായി, അതുകൊണ്ട് അങ്ങ് പൂട്ടി എന്ന് മാത്രമേ ഉള്ളൂ. എഫിഷ്യൻ്റായി നടത്തിയാൽ ഇത് ലാഭകരമായും നല്ല നിലയിലും നടക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. 2010 നമ്മൾ ഈ കമ്പനി റിവൈവ് ചെയ്തു. അങ്ങനെ ആദ്യത്തെ ഒരു ഫസ്റ്റ് ലൈനിൽ ഒരു 6000 മെട്രിക് ടൺ കപ്പാസിറ്റി ഉള്ള ഒരു യൂണിറ്റായിട്ടാണ് തുടങ്ങിയത്. പിന്നെ അത് കഴിഞ്ഞ് ഒരു സെക്കൻഡ് ലൈനിൽ ഒരു 6000 കൂടി ആഡ് ചെയ്തു. അങ്ങനെ ഇപ്പോഴത്തെ പെർ ആനം നമ്മൾ 12,000 മെട്രിക് ടൺ കപ്പാസിറ്റിയുള്ള യൂണിറ്റാണ്. കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എൻ്റർപ്രൈസസിൻ്റെ ഒരു യൂണിറ്റാക്കി ഇത് മാറ്റുന്നത്. 12 കോടി രൂപ കേരള KSIE ഇതിനുവേണ്ടി മുടക്കിയിട്ടുണ്ട്. തുടർന്നിങ്ങോട്ട് കേരള സോപ്സ് വികസനത്തിൻ്റെ കുതിപ്പിലാണ്. വർഷം തോറും ഉൽപ്പാദനത്തിലും വിൽപ്പനയിലും വർധന. ബൈ ദ ടൈം ഗ്രാഫ് മേലോട്ടാണ് പോയിട്ടുള്ളത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കൊല്ലം നമ്മൾ പ്ലേസ്മെൻറ്റ് കൂടുതൽ ഉണ്ടാക്കാനും ലാഭവിഹിതം ഒട്ടും മോശമില്ലാത്ത രീതിയിൽ ചെയ്യാനും പറ്റി. നിലവിൽ കേരള സോപ്സ് വളരെ നല്ല പുരോഗതിയിലാണുള്ളത്. ആദ്യത്തെ കൊല്ലം ഒരു വൻ ലോസിലേക്ക് പോയി. ആദ്യത്തെ കൊല്ലം 2010-11 ക്ലോസ് ചെയ്തപ്പോൾ ഒരു 2.5 കോടിയോളം വരുന്ന ലോസാണ് റിപ്പോർട്ട് ചെയ്തത്. കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രവർത്തിച്ച അവിടുത്തെ തൊഴിലാളികളും മാനേജ്മെൻറ്റ് സ്റ്റാഫും നമ്മളെ സ്റ്റോക്കിസ്റ്റുകളും എല്ലാവരും നന്നായി സഹകരിച്ചു. ഒരു നല്ല ഒരു എഫർട്ട് തന്നെ എടുത്തപ്പോൾ 2011 മാർച്ച് ക്ലോസ് ചെയ്തപ്പം ഈ നഷ്ടം 65 ലക്ഷമാക്കി കുറച്ചു. എങ്കിലും കേരള സോപ്സിന് ബാലാരിഷ്ടതകൾ വിട്ടുമാറിയിട്ടില്ല. കേരള സോപ്പിൻ്റെ തുടക്കം മുതലുള്ള പ്രശ്നം അതിൻ്റെ മാനേജ്മെൻറ്റ് പ്രൊഫഷണലല്ലാത്തതാണ്. കേരളത്തിലൊട്ടാകെ രാജ്യത്തൊട്ടാകെ തന്നെ ഇതെവിടെ ചെന്നാലും ലഭ്യമാകുന്ന ഒരവസ്ഥ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം നല്ല പരസ്യങ്ങൾ ഉണ്ടാക്കി നല്ല പ്രൊഡക്ഷൻ എടുത്ത് അങ്ങ് രംഗത്തിറങ്ങുന്ന ഒരു സ്റ്റേജിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. വിപണിയിലെ സമാന ഉൽപ്പന്നങ്ങളെക്കാൾ ഏറെ ഗുണമേന്മയുള്ളതാണ് കേരള സോപ്സ്. സോപ്പിൻ്റെ ക്വാളിറ്റി നിർണ്ണയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായ TFM 80%, അത് ഞങ്ങൾ ഡിക്ലെയർഡ് വാല്യൂ ആണ്. അത് 80% തന്നെ ഓരോ സോപ്പ് കേക്കിലും നമ്മൾ അഷ്യൂർഡ് ആയിട്ടാണ്. ലോകത്തും സിന്തറ്റിക് ഓയിൽസ്, സിന്തറ്റിക് മെറ്റീരിയൽ ധാരാളമായി വില കുറഞ്ഞ് കിട്ടാനുണ്ട്. പക്ഷേ ഞങ്ങളത് വാങ്ങുന്നില്ല. ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് പരിപൂർണമായും ഗവൺമെൻറ് ഫാക്ടറി, ചന്ദന ഫാക്ടറി മറയൂരിൽ സ്ഥിതി ചെയ്യുന്ന ഗവൺമെൻറ് സാൻഡൽവുഡ് ഓയിൽ ഫാക്ടറിയിൽ നിന്നും ഞങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ഫസ്റ്റ് ക്വാളിറ്റി വിർജിൻ സാൻഡൽവുഡ് ഓയിലാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത്. ഒരു അഷുറൻസ് എനിക്ക് തരാൻ പറ്റുന്നത്, ഒരാൾക്ക് ഒരു സോപ്പ് ഒരു പ്രാവശ്യം സോപ്പ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഓട്ടോമാറ്റിക്കലി അത് ഞങ്ങളുടെ കസ്റ്റമർ ആവും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല. നിലവിൽ 7 തരം ഉൽപ്പന്നങ്ങൾ കേരള സോപ്സ് പുറത്തിറക്കുന്നുണ്ട്. ഗുണമേന്മയിലും സൂക്ഷ്മതയിലുമുള്ള കാർക്കശ്യം പക്ഷേ സോപ്പ് വിപണിയിലെത്തിക്കുന്നതിലില്ല. നിലവിൽ സർക്കാർ ഔട്ട്ലെറ്റുകളിലും ഇന്ത്യൻ കോഫി ഹൗസിലും മാത്രമാണ് ഇവ ലഭിക്കുന്നത്. മാർക്കറ്റിങ്ങിൻ്റെ കാര്യത്തിൽ അന്നത്തെ മാനേജ്മെൻറ്റ് വളരെ പരാജയമായി നേരത്തെ ഉണ്ടായിരുന്നു. നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെല്ലാമുള്ള പ്രശ്നം
മാനേജ്മെൻറ്റിനെ പ്രൊഫഷണലൈസ് ചെയ്യുന്നതിൽ ഗവൺമെൻറ്റുകൾ ശ്രദ്ധിക്കാതെ പോയതാണ്. മാർക്കറ്റിങ്ങിൽ അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ് സെക്ടറിൽ നമുക്ക് അത്ര ചിലവഴിക്കാൻ ബഡ്ജറ്റിങ്ങും നമ്മൾ നടത്തിയിട്ടില്ല. അത് പിന്നെ പ്ലേസ്മെൻറ്റ് കൂടുതലാക്കാന്നുള്ള ഒറ്റൊന്നുള്ളൂ. ഓപ്പൺ മാർക്കറ്റ് ഇപ്പോൾ ഞങ്ങൾ കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും ആൾക്കാർക്ക് അവയർനെസ് ഇല്ലാത്തൊരു പ്രശ്നമുണ്ട്. അത് ഞങ്ങൾ എങ്ങനെ അത് ആ അവയർനെസ് എങ്ങനെ എത്തിക്കാൻ പറ്റും എന്നുള്ളതിന് ഒരു സിസ്റ്റം ഉണ്ടാക്കുക തന്നെ വേണം. അതിൽ ഞങ്ങൾ കുറച്ച് ലാക്ക് ചെയ്യുന്നു എന്നുള്ളത് സമ്മതിക്കുന്നു. സർക്കാർ കാര്യാലയങ്ങളിലും സ്ഥാപനങ്ങളിലും കേരള സോപ്സ് നിർബന്ധമാക്കിയാൽ തന്നെ അത് കമ്പനിക്ക് താങ്ങാകും. മൈസൂർ സാൻഡൽ സോപ്പിന്റെ മാർക്കറ്റിംഗ് തന്ത്രം ഇതിൽ മാതൃകയാക്കാം. ബിസ്വീക്കിൽ അടുത്തത് ലോഞ്ച് പാഡ്. തൃശൂർ ആസ്ഥാനമായ സൗത്ത് ഇന്ത്യൻ ബാങ്ക് പുതുതായി 20 ശാഖകൾ ഈ സാമ്പത്തിക വർഷത്തിൽ തുറക്കും. ബാങ്കിൻ്റെ രണ്ടാം പാദഫലം പുറത്തുവന്നു. ലാഭം 93.38 കോടി. സ്വർണത്തിൻ്റെ വിലയിടിവില്ലായിരുന്നുവെങ്കിൽ ലാഭവിഹിതം ഉയരുമായിരുന്നുവെന്നാണ് ബാങ്കിൻ്റെ വിലയിരുത്തൽ. ഈ സാമ്പത്തിക വർഷത്തിൽ സെപ്റ്റംബർ 30 അവസാനിച്ച രണ്ടാം പാദത്തിൽ മികച്ച മുന്നേറ്റമാണ് സൗത്ത് ഇന്ത്യൻ ബാങ്ക് നടത്തിയത്. ആദ്യ ക്വാർട്ടറിൽ 65.29 കോടിയുടെ ലാഭമുണ്ടാക്കിയ ബാങ്ക് രണ്ടാം പാദത്തിൽ 93.38 കോടിയുടെ നെറ്റ് പ്രോഫിറ്റാണ് നേടിയത്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇത് 76.30 കോടിയായിരുന്നു. ബാങ്കിന്റെ മൊത്തം ബിസിനസ് 10,687 കോടി രൂപ ഉയർന്ന് 93,251 കോടിയായി. 12.94% വർധനയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിക്ഷേപങ്ങളിലും വലിയ വർധനയാണ് ഉണ്ടായത്. NRI നിക്ഷേപത്തിൽ മാത്രം 25% വർധന രണ്ടാം പാദത്തിലുണ്ടായി. രണ്ടാം പാദത്തിൽ അഡ്വാൻസസിലും ഡെപ്പോസിറ്റ്സിലും അതുപോലെ തന്നെ നമ്മുടെ പ്രോഫിറ്റിലും ന്യായമായ ഗ്രോത്ത് ഉണ്ട്. അഡ്വാൻസസ് 12% വളർച്ചയുണ്ട്. ഡെപ്പോസിറ്റ്സും അതുപോലെ തന്നെ ഒരു 13% വളർച്ചയുണ്ട്. നെറ്റ് പ്രോഫിറ്റിൽ കാര്യമായ വളർച്ചയുണ്ട്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്ക് നെറ്റ് പ്രോഫിറ്റ് 22.4% വളർച്ചയുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ക്വാർട്ടറുമായിട്ട് നോക്കുമ്പോൾ 43% വളർച്ചയുണ്ട്. ഭവന വായ്പയിലും വാഹന വായ്പയിലും യഥാക്രമം 38%-യും 53%-യും ഉയർച്ച രേഖപ്പെടുത്തി. എന്നാൽ ഗോൾഡ് ലോണിൽ നേട്ടമുണ്ടാക്കാനായില്ല. സ്വർണത്തിന്റെ വിലയിടിവ് മൊത്തം ലാഭത്തിലും പ്രതിഫലിച്ചു. ഗോൾഡ് ലോൺ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഗോൾഡ് ലോൺ വാല്യൂ കുറയാനുള്ള കാരണം. ഒന്ന്, ഗോൾഡിൻ്റെ തന്നെ പ്രൈസ് കുറഞ്ഞിട്ടുണ്ട് മാർക്കറ്റിൽ. അതുകൊണ്ട് നമ്മൾ കസ്റ്റമറിൻ്റെ അക്കൗണ്ട് റിന്യൂ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന വാല്യൂ ഒറിജിനൽ വാല്യൂനേക്കാളും കുറവായിരിക്കും. 10-15% അതുകൊണ്ട് തന്നെ കുറവുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ വേറൊന്നുള്ളത്, ഈ LTVയും പ്രൈസും കുറവായിരിക്കുന്ന സിറ്റുവേഷനിൽ ഈ ഗോൾഡ് ലോണിനുള്ള താല്പര്യം തന്നെ കുറച്ച് കുറഞ്ഞിരിക്കും. ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് നമുക്ക് ഗോൾഡ് ലോൺ പോർട്ട്ഫോളിയോയിൽ ഒരു ചെറിയ കുറവുള്ളത്. ബാങ്കിന് നിലവിൽ രാജ്യവ്യാപകമായി 831 ബ്രാഞ്ചുകളും 1260 ATMകളുമാണ് ഉള്ളത്. ഈ വർഷം പുതുതായി 20 ബ്രാഞ്ചുകളും 100 ATMകളും ആരംഭിക്കും. ബാങ്കുകളിൽ മോഷണം സ്ഥിരം സംഭവമായതോടെ സുരക്ഷാ ക്രമീകരണങ്ങളും ശക്തമാക്കി. സൗത്ത് ഇന്ത്യൻ ബാങ്കിന് ബ്രാഞ്ചസും ATMസും 24 hour ക്യാമറ മോണിറ്ററിംഗ് ഉണ്ട്. സെൻട്രലൈസ്ഡ് മോണിറ്ററിംഗ് സിസ്റ്റമുണ്ട്. അതനുസരിച്ച് ബാങ്കിൻ്റെ ടെക്നോളജി ഹെഡ് ക്വാർട്ടേഴ്സിൽ ഒരു ടീം ഓരോ ബ്രാഞ്ചിലെയും അതുപോലെ ATMലെയും നടന്നുകൊണ്ടിരിക്കുന്ന സീൻസ് TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അതുതന്നെയാണ് ഏറ്റവും നല്ല സെക്യൂരിറ്റി സംവിധാനം. ടെക്സാവികളായ യുവത്വത്തെ ലക്ഷ്യമിട്ട് SIB മിറർ എന്ന മൊബൈൽ സർവീസിന് പുറമെ കളമശ്ശേരിയിൽ സെൻട്രലൈസ്ഡ് മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസിംഗ് സെന്റർ ആരംഭിക്കാനും ബാങ്ക് തീരുമാനിച്ചിട്ടുണ്ട്. ബിസ്വീക്കിന്റെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാകുന്നു. മുൻലക്കങ്ങൾക്ക് media1tv.in സന്ദർശിക്കുക.